എൻ്റെ പേര് വിജയൻ. ഞാൻ തലൂർ സ്വദേശിയാണ്. അടുത്ത് തന്നെ 10 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ ഇവിടെ നിന്ന്. ഞാൻ തികച്ച് യാദൃച്ഛികമായിട്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു കമ്പി കൊണ്ട് എൻ്റെ കാലിൽ ചെറിയ മുറിവുണ്ടായി. അത് ഞാൻ പിന്നീട് തോട്ടിലൂടെ പശുക്കളെ വീട്ടിലായിരുന്നു തന്നെ പ്രധാന ഒരു 5-8 ഫാം നടക്കുന്നുണ്ടായിരുന്നു. 5-8 പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് നടക്കുമ്പോഴേ തോട്ടിലൂടെ ചാലിലൂടെയൊക്കെ ഇറങ്ങി നടക്കുന്ന ചെളിയിൽ കൂടിയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷനായി, കാല് ഭയങ്കരമായിട്ട് വീങ്ങി, അത് നീര് വെച്ചു. അത് ഭാഗമൊക്കെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് വലുതായി, നീര് വെച്ച് കാലൊക്കെ കറുത്തു. അതിൻ്റെ സെന്റർ ഭാഗത്തായിട്ട് ഒരു ഹോൾ വന്നു. ആ ഹോളിൽ ഒരു ഇത്രയും തുണി ഇതിനുള്ളിലേക്ക് കടന്നു. അത്രയ്ക്ക് വലിയൊരു ഹോളായിരുന്നു. ഞാൻ അപ്പം ഇങ്ങനെ വന്നു. അപ്പോൾ ഡയബറ്റിക് ആയി എനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുവരേക്കും നോർമലായിരുന്നു. പക്ഷെ ഇത് ഇൻഫെക്ഷൻ ആയപ്പോൾ ഇത് ഹൈ ലെവലിലേക്ക് എത്തി. 560 വരെ എത്തി ഷുഗർ. അപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടാണ്, സർക്കുലേഷൻ ഇല്ല, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ, എന്തായാലും ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഡ്രസ് ചെയ്ത് വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോഴേ 3-ാം ദിവസം ഞാൻ വീണ്ടും പോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് വീട്ടിൽ ഇരിക്കാനോ കിടക്കാനോ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. 2 കസേരയിട്ട് അതിൻ്റെ മുകളിൽ 3 തലയെണ്ണ അട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കാല് കയറ്റി വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നുണ്ടിരുന്നത്. ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല, ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ മാനസികമായിട്ട് ഞാൻ വളരെ നന്നായിട്ട് അധ്വാനിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ റൂമിനുള്ളിൽ കുടുങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എൻ്റെ അമ്മ ഡയബറ്റിക് വന്നിട്ട് കാല് മുറിച്ച് കളഞ്ഞ 2 പ്രാവശ്യം ഓപ്പറേഷൻ മുറിച്ച് കളയേണ്ടി വന്നു. 3-ാം പ്രാവശ്യമായപ്പോഴേക്കും അമ്മ പോയി. അതേപോലെ വലിയേട്ടൻ, അദ്ദേഹത്തിനും ഇതേപോലെ ഡയബറ്റിക് വന്നിട്ട് കാല് മുറിച്ച് ആണ് ആള് മരിച്ചത്. അപ്പൊ എൻ്റെ കാലിൽ ഈ ഒരു അവസ്ഥ വന്നപ്പോഴേ ഡോക്ടർ മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. മുറിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ, എൻ്റെ വൈഫിന്റെ കൈയാണെങ്കിൽ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് കൈ മുറിഞ്ഞു പോയതാണ്. അത് കുട്ടിയടിച്ചിരുന്ന ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കാണ്, ഞാൻ ഈ കാല് മുറിച്ചിട്ട് അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും, ആകെ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ പിന്നീട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല, മുട്ടിന് താഴേക്ക് കംപ്ലീറ്റ് കറുത്തു. അപ്പോൾ ഈ മുറിക്കാൻ അടുത്ത വരവ് മുറിക്കാൻ തയ്യാറായിട്ട് വന്നോളാൻ പറഞ്ഞു. 10 ദിവസമാണെങ്കിൽ ഡോക്ടർ എനിക്ക് ഡേറ്റ് തന്നു. അപ്പോൾ തീരുമാനിച്ചു ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. മക്കളെല്ലാവരും വേറിട്ട് പോയി, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 ഈ ഒരു സ്റ്റേജിൽ അതിനുള്ളിൽ കഴിച്ചു കൂട്ടിയാൽ എങ്ങനെ ജീവിക്കും? അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 100 മീറ്ററേ ഉള്ളൂ റെയിൽവേ ട്രാക്കിലേക്ക്. ഞങ്ങൾ അവസാനിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്ന സമയത്താണ് എൻ്റെ 2ാമത്തെ മോളും കുട്ടിയും കൂടി വന്നത്. അപ്പോൾ അവർ വന്നു. അപ്പോൾ അന്നത്തെ ദിവസം അത് മിസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കായിട്ട് അവർ പോയുള്ളൂ. അതും അപ്പോഴേക്കും എനിക്ക് ഓക്സിമറായി ഒരെണ്ണം കിട്ടി. ഇവർക്ക് എന്താണെന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെ യാദൃശ്യമായിട്ടാണ് ഇത് കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കൊണ്ടുവന്ന് തന്നു. ഞാനത് കഴിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി. 8 ദിവസം 9-ാമത്തെ ദിവസം ആയപ്പോഴേക്കും എൻ്റെ കാലിന് നല്ല മാറ്റം വന്നു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പേടിക്കാനില്ല, ഒന്നും പേടിക്കണ്ട, ഇനി ഓപ്പറേഷൻ ഒന്നും വേണ്ടിയില്ല, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, നമുക്ക് സുഖമാക്കി തരാം, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പുറത്ത് 2 തട്ടുകൾ തട്ടി ആള് പറഞ്ഞയച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഓക്സിമറായി കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു തുടങ്ങി. 2 മാസം കൊണ്ട് എനിക്ക് നടക്കാനും പുറത്തിറങ്ങിയാൽ തിരിച്ചു വരാനും ഒക്കെ കഴിയും. അപ്പോൾ പ്രസന്നകുമാർ സാറിന്റെ ഇടയ്ക്ക് അതിൽ വരുമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു സാറൊരു കാര്യം, ഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ ലിക്വിഡ് നമ്മുടെ ഓക്സിമറായി മുറിവിലേക്ക് ഒഴിച്ചിട്ട് ഡ്രസ്സ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം സുഖപ്പെടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ചെയ്തു. അതിനുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ കാലിൻ്റെ അസുഖം പറഞ്ഞു ക്ലിയറായി. ഞാനിപ്പോൾ സുഖമായിട്ട് യാത്ര ചെയ്യുന്നു. അതേപോലെ വണ്ടി ഓടിക്കാനും മറ്റു ജോലികൾ ചെയ്യാനും ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാനിപ്പോൾ അത് കാരണം ഞാനും എൻ്റെ മക്കളുടെ മക്കളും എല്ലാ പേരക്കുട്ടികളും എല്ലാവരും ഓക്സിമറായി നല്ല ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സാധനവും ഞങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ പുറത്ത് കൊടുക്കാറുള്ളൂ. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഈ ആവശ്യങ്ങളൊപ്പം യാത്ര ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ആ കാലം കാണിച്ചു.
വീഡിയോ എടുക്കാൻ ശരി. ഞാൻ ആവശ്യയിൽ വന്നിട്ട് ഞങ്ങൾ